യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചും കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു. നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനെ വിശ്വസിച്ചു. അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിക്കാൻ തക്കവിധം പിന്നത്തേതിൽ അനുദപിച്ചില്ല. മത്തായി 21:32 ദൈവരാജ്യം നിങ്ങളുടെ കയ്യിൽ നിന്നും എടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. 43 കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം എന്ന് വിശ്വസിക്കുവാൻ ചുങ്കക്കാർക്കും വേശ്യകൾക്കും പാപികൾക്കും രോഗികൾക്കും എളുപ്പത്തിൽ കഴിഞ്ഞു. എന്നാൽ വിശ്വസിക്കാതിരിക്കുവാൻ കാരണം കണ്ടെത്തുന്ന ഒരു വലിയ കൂട്ടം അന്ന് ജീവിച്ചിരുന്നു. അതിൽ പുരോഹിതന്മാരും വേദശാസ്ത്രികളും പോലും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ സാധാരണക്കാരായ ജനങ്ങൾ അവർ വളരെ പെട്ടെന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രഭാവം മനസ്സിലാക്കി. അവൻ ദൈവമാണെന്ന് അവർ അവരുടെ അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞു. അവൻ ചെയ്ത അത്ഭുതങ്ങൾ ശാബത്ത് ദിവസത്തിൽ ചെയ്തു എന്ന് കുറ്റപ്പെടുത്തുമ്പോൾ പോലും അവൻ ചെയ്ത വലിയ രോഗസൗഖ്യങ്ങളെ അവർ കണ്ടില്ല എന്നടിച്ചു. ദൈവം കൂടെയുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ കഴിയുന്ന വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടും അവനെ വിശ്വസിക്കാൻ തക്കവിധം അനുദപിക്കുവാനുള്ള ഒരു ഹൃദയം ചിലർക്കുണ്ടായിരുന്നില്ല എന്ന് വേദപുസ്തകം എടുത്തു പറയുന്നു. പ്രിയരെ, നമുക്കും അതുപോലുള്ള കഠിനമായ മനസ്സുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടും കർത്താവായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുവാൻ നാം മടി കാണിക്കാറുണ്ടോ? ദൈവരാജ്യം നിങ്ങളുടെ കയ്യിൽ നിന്നും എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന വേറെ ജാതിക്ക് കൊടുക്കുവാൻ കർത്താവ് ആഗ്രഹിച്ചു പോവുകയാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹം നാം നഷ്ടപ്പെടുത്തുന്നവരായിരുന്നുകൂടാ. നമ്മുടെ ഹൃദയം എപ്പോഴും കർത്താവായ യേശുക്രിസ്തു നമ്മളോട് ചെയ്ത നന്മകൾക്ക് നന്ദി പറയുന്ന ഒരു നിലവാരത്തിലുള്ളതായി മാറട്ടെ. നമ്മുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളെക്കാൾ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ, അവൻ്റെ ദൈവത്വത്തെ വിശ്വാസത്തോടെ നമുക്ക് മുറുകെ പിടിക്കാം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ വചനങ്ങളെ അനുസരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഓരോ ദിവസവും അവനെ അനുസരിച്ച് ചുവടുകൾ വെച്ച് നമുക്കൊരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാം. ലോകത്തിൻ്റെ ചിന്തകളും തത്വശാസ്ത്രങ്ങളും നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുവാൻ ശ്രമിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ബോധപൂർവം നമുക്ക് ചേർന്ന് നിൽക്കാം. നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നുവരികിലും അവനെ വിശ്വസിക്കാൻ തക്കവിധം പിന്നത്തേതിൽ നമുക്ക് അനുദപിക്കാം. വഴിയിൽ വെച്ച് നാം നശിച്ചു പോകാതെ പുത്രനെ ചുംബിച്ച് ആ ദൈവരാജ്യം നമുക്ക് അവകാശമാക്കാം.